അതുകൊണ്ട് അവിടെ സീറ്റ് ഉണ്ട്. ഇങ്ങനെ വിളിക്കുന്നത് birthday to you. ഉണ്ട് ഇല്ല താഴെയുണ്ട് അങ്ങനെ ജെയ്ഡുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരം വന്ന പോലെ ഞങ്ങളുടെ വീണ്ടും ഒരു മതിലപ്പുറമാണ് അവരുടെ വീട്. അപ്പോൾ അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നു. ബട്ട് അപ്പം അവിടെ വിശക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ചായ കുടിക്കാൻ സമയപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, നമുക്ക് കുറച്ച് ബീഫ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കുറച്ച് ബാക്കി, അത് വെച്ച് നമുക്കൊരു ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കിയില്ല ചോദിച്ചപ്പോൾ ചേച്ചി ഈസ് റെഡി. ചേച്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഷീ ഡസന്റ് വാണ്ട് ടു കം ഓൺ വീഡിയോ. ഷീ ഈസ് പ്രഗ്നന്റ് ആൻഡ് ഫേസ് കാണിക്കേണ്ട, സൗണ്ട് മാത്രം മതി, ഇനി ഡ്രസ്സ് ചെയ്യാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കണം. എങ്ങനെയായാലും നമ്മൾ ഇന്ന് ബീഫ് കട്ട്ലറ്റ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ബീഫ് കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ചേച്ചിയുടെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈയിടെയായിട്ട് ചേച്ചിയാണ് എന്നെ കുക്കിംഗ് ഫുള്ള് ഹെൽപ്പ് ചെയ്യുന്നത്. യൂട്യൂബ് നോക്കി ചേച്ചി തന്നെ കുറേ ഐറ്റംസ് പിന്നെ കസ്റ്റമൈസ് ചെയ്ത് ചേച്ചിയുടെ രീതിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കിട്ടുന്നതൊക്കെ ഞാൻ വ്ലോഗ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലറ്റ് ആണ്. ലെറ്റ്സ് ഗോ ആൻഡ് സീ ബീഫ് കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്. ആൻഡ് ഫൈനലി ലെറ്റ്സ് സീ ഹൗ comes out and how does it taste. So once again, welcome back to my YouTube channel. ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ മെയിനായിട്ട് ബീഫ്, അത് വേവിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 250-300 ഗ്രാം വരും ബീഫ്. പിന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയ്ക്ക് ആവശ്യമായ സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ അതിനാവശ്യമായ പൊടികൾ മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് കട്ട്ലറ്റിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. പിന്നെ അതിന് നമുക്ക് വറുക്കാനായിട്ട് 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിനേക്കാളും കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് റസ്കിൻ്റെ പൊടിയാണ് നല്ലത്. അപ്പം ഞാൻ റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ ഇത് മസാല തയ്യാറാക്കാൻ ആവശ്യമായ എണ്ണയും കട്ട്ലറ്റ് വറുക്കുന്നതിന് ആവശ്യമായ എണ്ണയും. അത്രയും സാധനങ്ങളാണ് ബീഫ് കട്ട്ലറ്റിന് ആവശ്യമായ മെയിൻ ഐറ്റംസ്. അപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി വെക്കാം. സാധനങ്ങളൊക്കെ വഴറ്റുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പില ഇടാം. അതുപോലെ തന്നെ സവോള ഇട്ട് കൊടുക്കാം. ഈ കൂടെ തന്നെ പച്ചമുളകും.
എല്ലാം ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. നമുക്കിനി ഇത് വഴറ്റുന്നതിന് ഒരു ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബീഫൊക്കെ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് ശകലം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സവോള എല്ലാം ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്ര ഐറ്റംസാണ് പൊടികളായിട്ട് ചേർക്കുന്നത്. പൊടി ചേർക്കുമ്പം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാതെ ഇളക്കി ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കാം. ബീഫ് ചേർത്തിട്ട് നല്ലപോലെ ഈ മസാല എല്ലാം ഇതിൽ പിടിക്കുന്നത് പോലെ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കുക. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം ഉരുളക്കിഴങ്ങും മസാലയും ബീഫും എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇതെല്ലാം ഓൾറെഡി വെന്ത ഐറ്റംസ് ആയതുകൊണ്ട് ഇനി ഒത്തിരി നേരം നിർത്തണ്ട, തീ ഓഫ് ചെയ്യുക. ഇനി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാം. വട്ടത്തിലും ഒരു ഓവൽ ഷേപ്പിലൊക്കെ കടകളിൽ കട്ട്ലറ്റ് കിട്ടാറുണ്ട്. നമുക്ക് തൽക്കാലം ഒരു റൗണ്ട് ഷേപ്പിലാക്കാം. ഇങ്ങനെ റൗണ്ടിന് അച്ചൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഷേപ്പിലൊക്കെ എടുക്കാൻ പറ്റും. ഇതിപ്പം കൈകൊണ്ട് തന്നെ When we start to short, we start to crave. Oh, I pray the Lord to free me. I've fallen for a day love that anyway couldn't be. I've been searching for the light that could just open my eyes. Oh no, 6th floor right now. Please help me stay. I don't know where's my soul right now. It's you that stay with the meds at that time. 6th floor to the ground. Stuck in my head, maybe I just could be flying. When we start to short, we start to crave. Oh, I pray the Lord to free me. ഓക്കെ, അപ്പം നമ്മൾ കട്ട്ലറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വറക്കുന്ന ഭാഗമാണ്. സ്റ്റൗ കത്തിച്ചു, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ കട്ട്ലറ്റ് ഈ ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ടയ്ക്കകത്ത് മുക്കുക. എന്നിട്ട് നമ്മുടെ റസ്ക് പൊടിയിൽ മുക്കിയിട്ട് പിന്നെ എണ്ണയിലിട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത്. അപ്പം എണ്ണ ചൂടാകട്ടെ, നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാം.
അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഏകദേശം ഇട്ടാൽ മതി. തീ കുറച്ച് വെക്കാം. നമ്മുടെ കട്ട്ലറ്റ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. സോ ഫൈനലി നമ്മുടെ കട്ട്ലറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ചിലതൊക്കെ കുറച്ച് കരിഞ്ഞു കേട്ടോ, തിരിച്ചിടാൻ ലേറ്റായി പോയത് കാരണം. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് മമ്മി പെട്ടെന്നൊരു ചെറിയ സാലഡ് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ കോട്ടയത്തൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ചോറും കറിയൊക്കെ വിളമ്പുന്നതിന് മുന്നേ, അതായത് ക്രിസ്ത്യൻ കല്യാണത്തിന് ചോറും കറിക്ക് മുന്നേ ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഈ കട്ട്ലറ്റും ഇങ്ങനെ സാലഡുമാണ് പൊതുവെ തരാറ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കറക്റ്റ് ടേസ്റ്റ് വന്നിട്ടുണ്ട്. യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്നതാണെങ്കിലും ചേച്ചി ഉണ്ടാകുന്ന സാധനങ്ങളൊന്നും ഇതൊരു ഫെയിൽ ആയിട്ടില്ല കേട്ടോ, എല്ലാം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അടിപൊളി. ബീഫ് നമ്മൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആ ബീഫിൻ്റെ എന്താ പറയുക, കഴിക്കുമ്പോൾ നമുക്ക് ബീഫ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചില നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ബീഫ് കട്ട്ലറ്റ് എന്ന് പറഞ്ഞാലും ബീഫിൻ്റെയൊക്കെ അളവ് വളരെ കുറവായിരിക്കും. ഇത് പക്ഷേ നമ്മൾ ഹോം മെയ്ഡ് ആയ കാരണം ആവശ്യത്തിനധികം ബീഫ് ഇട്ടിട്ടുണ്ട്. അടിപൊളി. സെക്കൻഡ് വൺ, ഇത് കുറച്ച് കരിയുന്നതിൻ്റെ എങ്ങനെ ഉണ്ട് ടേസ്റ്റ് നോക്കാനായിട്ടാണ്. പുറം കഴിഞ്ഞിട്ട് അതും കുറച്ചുകൂടി ഇതാണെന്ന് തോന്നുന്നു. അടിപൊളി. കഴിച്ചോ? ഞാൻ കഴിക്കട്ടെ. സീൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, റെസിപ്പിക്ക് വെച്ച് നിങ്ങളും ഒരു കട്ട്ലറ്റ് വീട്ടിലുണ്ടാക്കി നോക്കും.